ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണനേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, പകർച്ചവ്യാധികൾ പെരുകിയ ഈ കാലഘട്ടത്തിൽ ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വിഷയമാണ് മരണത്തെക്കുറിച്ചുള്ള ഭയം. പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ രോഗാവസ്ഥയിൽ കിടക്കുന്നവർ പോലും ഉറങ്ങാൻ കഴിയാതെ അനേക നാളുകളായി ഉറക്കമില്ലാതെ മരണഭയത്തിലാണ്. എന്നാൽ ഇത് സാധാരണക്കാരായ എല്ലാവരിലേക്കും, അതായത് യൗവനക്കാരിലും മധ്യവയസ്കരിലും വാർദ്ധക്യ സഹജമായ ജീവിതം നയിക്കുന്ന അനേകം പേരിലേക്ക് ഈ മരണഭയം പടർന്നു പിടിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം, സങ്കീർത്തനം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം അടുത്ത വാക്യത്തിൽ പറയുകയാണ്: മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. അനേക ഭയങ്ങൾക്ക് മനുഷ്യൻ അടിമയാണ്. ചിലർക്ക് ഇരുട്ടിനെ ഭയം, വലിയ ശബ്ദത്തെ ഭയം, ചില മൃഗങ്ങളെ ഭയം, ചില പക്ഷികളെ ഭയം, ചില പ്രാണികളെ പോലും ചിലർക്ക് ഭയമാണ്. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിന് അസ്വസ്ഥത നൽകുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു ഭയമാണ് മരണഭയം. ഇവിടെ സങ്കീർത്തനം പറയുകയാണ്: എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. കാരണം മരണഭയം എൻ്റെ മേൽ വീണിരിക്കുന്നു. ഇന്ന് അനേകം പേര് ഈ മരണഭയത്തിന് അടിമയാണ്. അതുകൊണ്ട് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല. ഒരു മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത് ഒരു മരണം സംഭവിക്കുമ്പോൾ പിന്നെ ഉറക്കമില്ല. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെ ഈ മരണഭയത്തെ അതിജീവിക്കാൻ സാധിക്കും? മരണഭയത്തെ അതിജീവിക്കാനായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത്, മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം കൊള്ളുന്ന നിമിഷം മുതൽ മരണം ആ വ്യക്തിയെ പിന്തുടരുന്നു എന്നൊരു വാസ്തവം നാം തിരിച്ചറിയണം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം കർത്താവിന്റെ വചനം പറയുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ മരിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ജനിക്കാതിരിക്കണം. ജനിക്കുന്ന ഏതൊരു മനുഷ്യനും മരണമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മുടെ ഹൃദയത്തിന് ഒത്തിരി മുറിവ് നൽകും. പ്രത്യേകിച്ച് സ്നേഹിച്ച് കൊതി തീരും മുമ്പ് മരണം വഴി ലോകത്ത് നിന്ന് വേർപെട്ടു പോയ മക്കൾ, സ്നേഹിച്ച് കൊതി തീരും മുമ്പ് വേർപെട്ടു പോയ ജീവിത പങ്കാളി, സ്നേഹിച്ച് തൃപ്തി വരാതെ വേർപെട്ടു പോയ മാതാപിതാക്കൾ, ഇങ്ങനെ കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ, സ്നേഹിക്കുന്നവർക്ക് മരണം ഒരു വേദനയാണ്. എന്നാൽ അത് മുറിവായി, അത് പിന്നീട് രോഗമായി, മാനസിക അസ്വസ്ഥതയായി മാറുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ നാം തിരിച്ചറിയണം, ഇതൊരു യാഥാർത്ഥ്യമാണ്. ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയോടുകൂടെ മരണമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 89-ാം സങ്കീർത്തനം 48-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്: ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യർ ആർ? തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? അതായത് മരണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. അതിനെ പറയുകയാണ്, ജീവിച്ചിരുന്നു മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യർ ആര്? നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണം കൂടാതെ എടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം പേരാണ്. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഏലിയാവും മരണം കാണാതെ എടുക്കപ്പെട്ടു.
എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, അവർ മരണം ആസ്വദിച്ചവരാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം മരണത്തെ ആസ്വാദ്യകരമായി സ്വീകരിച്ചവരാണ്. അവർ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു, കാത്തിരുന്നു. പരിശുദ്ധനായ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ജഡത്തിൽ നിന്ന് വിട്ടുപിരിയാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ പ്രലോഭനങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, വേദനയുണ്ട്, രോഗങ്ങളുണ്ട്, ഈ ലോക ജീവിതത്തിൽ കഷ്ടതയുണ്ട്, ദാരിദ്ര്യമുണ്ട്. എന്നാൽ വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മരണത്തെ ആസ്വദിക്കും. ഇവിടെ മരണം നമുക്ക് ഒരാസ്വാദ്യകരമാണോ അതോ ഭയമാണോ? മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പിന്നെ ഉറക്കമില്ല, അസ്വസ്ഥതയാണ്. തൊട്ടടുത്തൊരു മരണം സംഭവിക്കുമ്പോൾ വലിയ വേദനയാണ്, ഭയമാണ്. നമ്മൾ തിരിച്ചറിയണം, മരണം ഒരു യാഥാർത്ഥ്യമാണ്. രണ്ട് തരത്തിലുള്ള മരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഒന്ന് ശാരീരികമായ മരണം, രണ്ട് ആത്മാവിൻ്റെ മരണം. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സങ്കീർത്തന പുസ്തകം 90-ാം സങ്കീർത്തനം 10-ാം വാക്യം, നിങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. സങ്കീർത്തനം പറയുകയാണ്, ഈ ഭൂമിയിൽ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു ആയുസ് എന്ന് പറയുന്നത് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അത് കഴിഞ്ഞാൽ ഞാൻ വേഗം പറന്നു പോകും. എന്നാൽ ഒരു മനുഷ്യൻ്റെ ആയുസ് ആ മനുഷ്യനെ നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. ഏകദേശം 70-80 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ദുഃഖവും വേദനയുമാണ് എന്നാണ് സങ്കീർത്തനം പറയുന്നത്. പിന്നെ കഷ്ടതയും ദുഃഖവുമാണ് എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ വാർദ്ധക്യ സംബന്ധമായ, ശാരീരിക സംബന്ധമായ ദുഃഖവും വേദനയും അനുഭവിച്ച് മരണത്തിനു വേണ്ടി കാത്തിരുന്ന് മരണം ആസ്വദിച്ച് ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോകാൻ ഒരുങ്ങുവാൻ അനേകം പേർക്ക് ഭാഗ്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. ഒരു മനുഷ്യന് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും മരണം സംഭവിക്കാം. നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ മരണം വഴി ലോകത്ത് മാറ്റപ്പെടുന്നു. പിറന്നു വീഴുമ്പോൾ തന്നെ മരണം വഴി വേർപെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ, വിവാഹത്തിന് മുമ്പ്, അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യനെ മരണം പിടികൂടാം. അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഒരു മനുഷ്യൻ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പൊടിയിൽ തന്നെ ചേരുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, എത്രമാത്രം ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണെങ്കിലും അതിൻ്റെ അവസാനം ഈ പൊടിയിലായിരിക്കും, ഈ മണ്ണിലായിരിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. ഒരു മനുഷ്യൻ എത്രമാത്രം ഉയർച്ചയിലാണെങ്കിലും, സമ്പന്നതയിലാണെങ്കിലും, ഐശ്വര്യത്തിലും പ്രതാപത്തിലുമാണെങ്കിലും ആ മനുഷ്യൻ്റെ അവസാനം എന്ന് പറയുന്നത് ഈ പൊടിയിലാണ്, നിലത്താണ്. നീ പൊടിയാകുന്നു, പൊടിയിൽ നീ തിരികെ ചേരുമെന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. സങ്കീർത്തന പുസ്തകം 39-ാം സങ്കീർത്തനം 5-ാം വാക്യം കർത്താവിന്റെ വചനം പറയുകയാണ്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു ശ്വാസമാണ്. നാം അകത്തേക്ക് വലിക്കുന്ന ഈ ശ്വാസം തിരിച്ച് പുറത്തേക്ക് വിടാൻ സാധിച്ചില്ലെങ്കിൽ, നാം ശ്വസിക്കുന്നത് നിശ്വസിക്കാൻ സാധിക്കാതെ വന്നാൽ ആ മനുഷ്യൻ്റെ ആയുസ് തീർന്നു.
നമുക്കറിയാം എത്രയോ വ്യക്തികൾ ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത്, ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പേര് കോവിഡ് രോഗം ബാധിച്ച്, ന്യൂമോണിയ ബാധിച്ച് ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി വേദനയോടെ നിലവിളിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ നാം കണ്ടിട്ടുണ്ട്. മനുഷ്യന് ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നാൽ നാം തിരിച്ചറിയണം, നാം എടുക്കുന്ന ഓരോ ശ്വാസവും അത് നിശ്വസിക്കാൻ സാധിക്കാതെ വന്നാൽ നമ്മുടെ ആയുസ് തീർന്നു. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്ന ഒരു ശ്വാസമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ, എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല. യോബ് തൻ്റെ വേദനയുടെ മധ്യത്തിൽ, സഹനത്തിൻ്റെ മധ്യത്തിൽ പറയുകയാണ്, എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്ന ഒരു ശ്വാസത്തിൽ ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാനോ തടഞ്ഞു വയ്ക്കാനോ നമുക്ക് സാധ്യമല്ല. എൻ്റെ ആയുസ്സിനെ ഒരു മുഴം നീട്ടുവാനോ കുറയ്ക്കുവാനോ എനിക്ക് സാധ്യമല്ല. ഒരുപക്ഷെ നമുക്ക് മരണത്തോട് മല്ലടിക്കുന്ന അനേകം പേർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കലൊരു സഹോദരി കുറച്ച് നാളുകൾക്ക് മുമ്പ് വേദനയോടെ ഒരു പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു, അച്ഛാ, മരണകരമായ ഒരു രോഗത്തിന് ഞാൻ അടിമയാണ്, എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിക്കാം. എന്നാൽ എനിക്ക് എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കണം, അതിൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു കൊതിയാണ്. എന്നാൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആയുസ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ ഈ രോഗത്തിലൂടെ ഞാൻ മരണം വഴി മാറ്റപ്പെടും. അതുകൊണ്ട് എൻ്റെ ആയുസ്, ദൈവം അനുവദിച്ചിരിക്കുന്ന ആയുസ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ, എൻ്റെ ആയുസ് എത്ര നാളുണ്ടോ അത്രയും നാൾ എനിക്ക് ജീവിക്കാനുള്ള കൊതിയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഓരോ വ്യക്തികളും ഒരു അല്പസമയം കൂടി, ഒരു ദിവസം കൂടി, ഒരു വർഷം കൂടി ജീവിച്ചിരിക്കാൻ കൊതിക്കുന്നവരാണ് എല്ലാവരും. കാരണം ഈ ഭൂമിയിൽ നിന്ന് മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. മരണത്തോട് എല്ലാവർക്കും വലിയ വേദനയാണ്. മരണത്തോടടുക്കുമ്പോൾ നിരാശയും ദുഃഖവും വേദനയും അവരെ വേട്ടയാടുകയാണ്. എന്നാൽ മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് ഒരു ശ്വാസമാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ. നമുക്കറിയാം, ആവി എന്ന് പറയുന്നത് അതിന് ആയുസ്സില്ല. കുറെ കഴിയുമ്പോൾ മറഞ്ഞു പോകുന്ന, മാഞ്ഞു പോകുന്ന ഒന്നാണ് ആവി എന്ന് പറയുന്നത്. നമുക്കറിയാം, നീരാവിയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അല്പസമയം മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നായി നമ്മൾ ഈ ആവിയെ കാണുന്നു. അതിനെ പറയുകയാണ്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ. അപ്പോൾ അല്പനേരം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ലോകത്തിൽ 70, 80, 100, 120 വയസ്സ് വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും. അതിനുശേഷം അനാദികാലം ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. സങ്കീർത്തന പുസ്തകം 103-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു. നമുക്കറിയാം, വയലിലെ പുല്ല് അത് പെട്ടെന്ന് കിളിർത്തു വരും, എന്നാൽ അതിന് ആയുസ്സില്ല. കുറേ കഴിയുമ്പോൾ അത് വാടിപ്പോകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവും. നമുക്കറിയാം, ആയുസ്സില്ലാത്ത ഒന്നാണ് പുല്ല് എന്ന് പറയുന്നത്. ഒരു പൂവ് എന്ന് പറയുന്നത് അത് ആയുസ്സില്ലാത്ത ഒന്നാണ്. എന്നാൽ ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. യോബിൻ്റെ പുസ്തകം
14 അധ്യായം 1 വാക്യം കർത്താവിന്റെ വചനം പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ് ഉള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അത് 2 വാക്യത്തിൽ പറയുകയാണ്, അവൻ പൂ പോലെ വിടർന്ന് ഒഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അതായത് ഈ ഭൂമിയിൽ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമല്ല. അല്പകാലത്തേക്ക്, കുറേ കാലത്തേക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതം. അതിനെ പറയുകയാണ്, സ്ത്രീ പ്രസവിച്ച മനുഷ്യന് അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. നമുക്ക് കൂടുതൽ നാൾ ജീവിക്കാൻ ഈ ഭൂമിയിൽ അവസരം കിട്ടിയത് അത് നമ്മുടെ ഭാഗ്യമാണ്. മനുഷ്യന് ദൈവം അനുവദിച്ചിരിക്കുന്ന അല്പായുസാണ്. ഈ അല്പായുസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരുപക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്ത് മരണം വഴി മാറ്റപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തോട് വേദനയോടെ ചോദിക്കുന്നുണ്ട്, നീ എന്തിന് എൻ്റെ പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ എന്നിൽ നിന്ന് വേർപെടുത്തി? ഇത് പലപ്പോഴും വേദനയോടെ ദൈവത്തോട് ചോദിക്കുകയാണ്. നീ എന്നോട് എന്തിനെങ്ങനെ ക്രൂരത കാണിച്ചു? ദൈവം ഒരു ദുഷ്ടനാണ്, ദൈവം മനസാക്ഷിയില്ലാത്തവനാണ്, കണ്ണിൽ ചോരയില്ലാത്തവനാണെന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്. ഒരുപക്ഷേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, വേർപാടിൽ നിന്ന്, ആ വേദനയിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ സാധിക്കാതെ മാനസിക അസ്വസ്ഥ അനുഭവിക്കുന്ന വ്യക്തികൾ പറയുന്ന വാക്കുകളാണ്, എന്തിന് ദൈവം എന്നോട് ഇത് ചെയ്തു? ദൈവം ഒരു ക്രൂരനാണ്. ദൈവം നല്ലവനായിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് മരണം വഴി മാറ്റപ്പെടുമായിരുന്നു. നാം തിരിച്ചറിയണം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ ആയുസ്സും ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് അല്പായുസാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തി. ഒരു മനുഷ്യൻ്റെ ആയുസ് അത് പൂ പോലെയാണ്, നിഴൽ പോലെ ഓടിപ്പോകുന്നു എന്ന വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ഇത്ര നാൾ വേണം, എനിക്ക് ഇത്ര നാൾ ജീവിക്കണം, ഇത്ര വർഷം ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം എന്ന് നമുക്ക് അവകാശം പറയാൻ അനുവാദമില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തന പുസ്തകം 39 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അതിനെ പറയുകയാണ്, മനുഷ്യൻ സമ്പാദിച്ച് ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് സമ്പാദിച്ച് വയ്ക്കും. ഈ സമ്പാദിക്കുന്നവരുടെ ചിന്ത, ഇത് മുഴുവൻ ഞാൻ അനുഭവിച്ചിട്ട് ഈ ലോകം വിട്ടു പോകുമെന്നാണ്. എന്നാൽ തിരിച്ചറിയണം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. കാരണം വ്യർത്ഥമായി പരിശ്രമിക്കുകയാണ്. അതായത് എനിക്ക് ഈ ഭൂമിയിൽ ഒരു 500 വർഷം, 1000 വർഷം ജീവിക്കാൻ അവസരം കിട്ടിയാൽ ഈ 1000 വർഷം ജീവിക്കാനുള്ളതൊക്കെ സമ്പാദിച്ചു കൂട്ടുകയാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, ഈ സമ്പാദിക്കുന്ന മുഴുവൻ അനുഭവിച്ച് തീർക്കാനുള്ള ഒരു ആയുസ് നമുക്കില്ല. ഒരു മനുഷ്യൻ്റെ പ്രയത്നം വ്യർത്ഥമാണ് എന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നിശ്ചയിക്കുവിൻ. അന്നേക്കുള്ള ആഹാരം ഉണ്ടെങ്കിൽ അതിൽ തൃപ്തിപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സഭാപ്രസംഗ പുസ്തകം 8 അധ്യായം 8 വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ആത്മാവിനെ തടുപ്പാൻ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണദിവസത്തിന്മേൽ അധികാരമുള്ളവനില്ല. ഒരു മനുഷ്യന് നിന്റെ ആയുസ് നീട്ടിത്തരാമെന്ന് പറയാനുള്ള അവകാശമില്ല. ഒരു ഡോക്ടർമാർക്കോ വൈദ്യശാസ്ത്രത്തിനോ ഒരു മനുഷ്യൻ്റെ ആയുസ് നീട്ടിത്തരാമെന്ന് പറയാൻ ഈ അവസരമില്ല, അധികാരമില്ല. കാരണം വചനം പറയുകയാണ്, ആത്മാവിനെ തടുപ്പാൻ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണദിവസത്തിന്മേൽ അധികാരമുള്ളവനില്ല. പലപ്പോഴും മരണാസന്ന നിലയിൽ കിടക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധിതനാകുമ്പോൾ, പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ
നീ അനുവദിക്കുന്നുവെങ്കിൽ ഈ മനുഷ്യൻ്റെ ആയുസ് നീട്ടിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമുക്കറിയാം, ഈ മനുഷ്യൻ്റെ ആയുസ്സിനെ നീട്ടാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അധികാരമില്ല. എന്നാൽ ഈ വ്യക്തിയുടെ വേർപാട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു വേദനയായി മാറുകയാണ്. കുറച്ചുകൂടി ജീവിച്ചിരുന്നെങ്കിൽ, കുറച്ച് നാളുകൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഇവരാഗ്രഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് യാചിക്കുന്നുണ്ട്, ദൈവമേ നീ അനുവദിക്കുന്നുവെങ്കിൽ. കാരണം ഒരു മനുഷ്യൻ്റെ ആയുസ് നീട്ടാനും കുറയ്ക്കാനും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പലപ്പോഴും നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി, മരണത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കാൻ വേണ്ടി കോടികൾ, ലക്ഷങ്ങൾ മുടക്കാൻ മനുഷ്യൻ തയ്യാറാണ് ആയുസ് നീട്ടിക്കിട്ടാൻ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മനുഷ്യൻ്റെ ആത്മാവിനെ തടുത്തു വയ്ക്കുവാൻ അധികാരമുള്ള ഒരു വൈദ്യശാസ്ത്രമോ ഡോക്ടർമാർ ഈ ലോകത്തിലില്ല. മരണ ദിവസത്തിൻ്റെ മേൽ അധികാരമുള്ള ആരുമില്ല എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഒരാൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ ആ മനുഷ്യൻ ദൈവം നൽകിയിരിക്കുന്ന ആയുസ് തീർന്നു എന്ന് തിരിച്ചറിഞ്ഞ് മരണത്തിന് വിട്ടുകൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അത് തടുത്തു വയ്ക്കാനുള്ള അധികാരം മനുഷ്യനില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. സഭാപ്രസംഗ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അത് നൽകിയവനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഈ സത്യം നാം തിരിച്ചറിയണം. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായി സൃഷ്ടിച്ചത് അവൻ്റെ ആത്മാവാണ്. ആത്മാവിൻ്റെ മേൽ ശരീരം, കോശങ്ങൾ, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ രൂപം കൊള്ളുകയാണ്. ഈ ശരീരം എന്ന് പറയുന്നത്, അതിനം പറയുകയാണ്, അത് പൊടിയാണ്, അത് മണ്ണാണ്. പൊടി പണ്ട് ആയിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഈ ആത്മാവ്, ഞാനെന്ന വ്യക്തിത്വം, അത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഈ ഒരു സത്യം നാം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണത്തെക്കുറിച്ച് ഭയമുണ്ടാകില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമുക്കൊരാഘാതമായി, വേദനയായി, മുറിവായി മാറുകയില്ല. കാരണം ദൈവം ഒരു മനുഷ്യന് ഒരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് അതെവിടെ, എപ്പോൾ, എവിടെ വെച്ച് എങ്ങനെ തീരും നമുക്കറിയില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ദീർഘായുസോടെ ആയിരിക്കാൻ. എന്താണ് ഈ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ? ദീർഘായുസ് എന്ന് പറഞ്ഞാൽ 100, 120, 150 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അല്ല ദീർഘായുസ്. ദൈവം ഒരു മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയുസ്സുണ്ട്. അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദീർഘായുസ്. ദൈവം ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ കുറയ്ക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ, ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ മരണഭയത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. അതല്ല, ഈ ഭൂമിയിൽ അനാദികാലം ജീവിക്കുമെന്നോർത്ത് സമ്പാദിച്ച് ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ ലോകത്തിൽ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, ഒരിക്കൽ ഒരു മരണമുണ്ട്. അതിന് പ്രായമില്ല, അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഭാഷയില്ല. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ അവനോടുകൂടെ മരണമുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ മരണം എപ്പോൾ സംഭവിച്ചാലും സന്തോഷത്തോടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മരണം ആസ്വദിച്ചതുപോലെ മരണത്തെ ആസ്വദിക്കുവാൻ, അത്രമാത്രം മരണത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തോട് കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹം, ഈ ജഡത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് പറ്റിച്ചേരാനുള്ള ആഗ്രഹം, ദാഹം. ഒരു വിശുദ്ധൻ്റെ ഏറ്റവും വലിയ ദാഹമാണ് ഈ ശരീരം വിട്ടുപിരിഞ്ഞ്
ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ. ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും മരണഭയമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരുടെ മരണം ഒരു ആഘാതമായി, മനസ്സിൽ വേദനയായി, ഹൃദയത്തിൽ മുറിവായി മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്നു. അതെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നമുക്കറിയില്ലാത്തതുകൊണ്ട് ഉണർന്നിരിപ്പാൻ കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുക. അതുകൊണ്ട് എല്ലാ ഭയവും ഉത്കണ്ഠയും മാറിപ്പോകാൻ, യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധന്മാരെപ്പോലെ, കർത്താവിനെ പ്രതി രക്തസാക്ഷികളെപ്പോലെ കർത്താവിനോട് പറ്റിച്ചേരുവാൻ, ഈ ദേഹം വിട്ടുപിരിഞ്ഞ് എൻ്റെ ദൈവത്തോട് ചേരുവാൻ തക്കമുള്ള മരണം ആസ്വാദ്യകരമായി തീരുവാൻ, മരണത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. മരണം ഒരു വേദനയായി, മനസ്സിൽ മുറിവായി നിൽക്കുന്ന അനേകം വ്യക്തികൾ കർത്താവേ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ, ഇതേ അനുഭവത്തിൽ ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിതാവിയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ മരണഭയത്തിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ്, മരണത്തെ മുഖാമുഖം കണ്ട്, ഈ ലോക ജീവിതം നൈമിഷികമാണെന്ന് തിരിച്ചറിഞ്ഞ് നിത്യമായ ജീവിതത്തിന് വേണ്ടി ആത്മാവിനെ നൽകിയവൻ്റെ അരികിലേക്ക് ഈ ആത്മാവ് മടങ്ങിച്ചെല്ലുവാനുള്ള ആ ഒരു ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഒരുക്കമുള്ളൊരു ജീവൻ നയിക്കുവാൻ പരിശുദ്ധാത്മാവും അതിന് ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭയത്തിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ വിടിവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്തിലും ദുഃഖത്തിലും വേദനയിലും ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്ന ഓരോ വ്യക്തികളെയും നിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. നാളെ എന്തെയും ഓർത്ത് ആകുലപ്പെടുന്ന, ഉത്കണ്ഠപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയത്തിൻ്റെ അടിമനുഖത്തിൽ നിന്നും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് വിടു നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ മുഖാന്തരം ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ.